നമ്മളിതാ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് വന്നിട്ട് തലേ ദിവസം ഉണ്ടായിരുന്ന ചോറ് അത് വൈകിട്ട് നമ്മൾ വെക്കണ ചോറാണേ. അപ്പം നമ്മളതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചടയ്ക്കും. അപ്പം ഇതാ അധികം ചോറുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ കലത്തിൽ തന്നെ എടുത്തിട്ട് തിളപ്പിച്ചിട്ട് വാർക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മറ്റേ നമ്മുടെ ഊറ്റുപാത്രം ഉണ്ടല്ലോടാ, അതിലേക്ക് അങ്ങോട്ട് തട്ടിയിടും തിളച്ച ശേഷം. അപ്പോൾ കുറച്ച് ചോറല്ലേ, ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറൊക്കെ ഇച്ചിരി നമുക്ക് ബാക്കി വരത്തില്ലേ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഇതിപ്പോൾ അധികം ചോറുണ്ട്, അപ്പോൾ നമ്മൾ കലത്തിൽ തന്നെ അടച്ചു വാർക്കും. അങ്ങനെ ചോറൊക്കെ അടച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം നമ്മുടെ ചന മസാല ഉണ്ടല്ലോ, അത് മസാലയല്ല ചനക്കടല കടല നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് ബട്ടൂര ഉണ്ടാക്കാം അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ കരുതി വേണ്ട, കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ഇപ്പോൾ ഇഡ്ഡലിയും ദോശയും കഴിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ പൂരിയും ബട്ടൂരയൊക്കെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ അത്രയും ഓയിലിയാണ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ 30 കഴിഞ്ഞ് എപ്പോഴാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ പൊങ്ങി വരുന്നതെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഓയിൽ കുറച്ചിട്ടുണ്ട്, കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കൊതി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കഴിച്ചു പോകും. അങ്ങനെ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും ചന മസാല വെക്കണ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയൊന്നുമല്ല, പക്ഷേ എന്നാലും ആ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ജീരകം ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടി പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട്, മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ, പൊടി ഇട്ടിട്ടില്ല. നമ്മൾ ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ടിട്ട് ഇതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട വേഗത്തില്ല എന്ന് കുറച്ച് പേര് പറയണേക്കാം. വേഗോടെ അതൊക്കെ വെറുതെ പറയണതാ. അപ്പോൾ ഇതാ പുറത്ത് നല്ല പെരും മഴ കേട്ടോ. അപ്പം നമ്മുടെ പുറകിലൊരു വാഴയിൽ ഒരു കൊലയായി വരുന്നുണ്ട്. അതിൽ നിന്നൊരു കൂമ്പ് ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂമ്പ് എടുത്തിട്ട് നമുക്കിന്ന് കറി വയ്ക്കാം. കറി വയ്ക്കാൻ മീൻസ് ഒരു തോരൻ വയ്ക്കാം. അപ്പോഴേക്കും എന്താ നമ്മുടെ ചോറ് തിളച്ച് വരുന്നുണ്ട്, കുക്കർ കിടന്ന് വിളിക്കുന്നുണ്ട്, ചേച്ചിയെ വായോ കടല ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. നമ്മളോട് നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കും ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരെ പോലെ. ഇപ്പോൾ മിക്സിക്ക് ഇപ്പോൾ 3 മക്കളാണ്, മിക്സിയുടെ 3 ജാറുകളില്ലേ, ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ കാണും. അപ്പോൾ ഇവിടെ തൻ്റെ കുഞ്ഞുമോനെന്തേ ചെറിയ ജാറിനെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുക്കർ നമ്മൾ വിസിലടിക്കുമ്പോൾ നമ്മളെ വിളിക്കണം, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട്. ഒരു വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതേപോലെ ഈ പാത്രങ്ങൾക്ക് പേര് കൊടുത്ത് വിളിക്കുന്നവരുണ്ടോ? എനിക്ക് എൻ്റെ വീട്ടിൽ പണ്ടേ ഒരു കാതില്ലാത്ത, അതായത് ഒരു കാത് ഒടിഞ്ഞു പോയൊരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പം അമ്മ അതിനെ ആ ഒറ്റക്കാതനെവിടെ, അത് ഉപയോഗിച്ച് അതിൻ്റെ പരിപ്പളക്കണവരേക്ക് അമ്മ അതിനെ ഒറ്റക്കാതനെവിടെ, ആ ഒറ്റക്കാതനെവിടെ എന്നാണ് അമ്മ പാത്രത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ആ അമ്മയുടെ ഒരു ഇത് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് സന്തോഷപൂർവ്വം വേറൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും നമ്മുടെ എക്സോസ്റ്റിലൂടെ വെള്ളം അങ്ങോട്ട് അടിച്ച് കയറുമായിരുന്നു. അപ്പോൾ ഇപ്പം അത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടായിരുന്നു. അപ്പോൾ കയറി അങ്ങോട്ട് കാറ്റടിച്ചു നമ്മുടെ ട്യൂബ് അവിടെ നിന്ന് ഇളകി പോന്നു. ഇപ്പം ട്യൂബ് നമ്മൾ വെച്ചേക്കണത് ഇവിടെയാണ്, നമ്മുടെ കബോർഡിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കത് എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കണം. എക്സോസ്റ്റ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ അറിയില്ല. ഞാൻ പുറമേയൊക്കെ ഒന്നൊക്കെ തൊട്ടും തലോടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതങ്ങ് നമുക്ക് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ വല്ല കംപ്ലൈൻറ്റ് വന്നാലോ എന്നുള്ള പേടിയാണ് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ അതൊന്ന് അഴിച്ച് ശരിയാക്കാൻ വേണ്ടി ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല. ഈ മഴ കാരണമാണെന്ന് തോന്നുന്നു. അതല്ലേ ചെറിയ പണിക്കൊന്നും നമുക്ക് ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. കുഞ്ഞു നമ്മൾ അധികം ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ആളോട് വന്ന് ചെയ്തിട്ട് പോകും. അങ്ങനെ നമ്മൾ കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് തണുപ്പായതുകൊണ്ട് തന്നെ കുട്ടി രാവിലെ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അമ്മ എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം തായോ, എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ വയ്യട്ടാന്ന്. അപ്പം ഞാൻ കരുതി അവളെപ്പോഴും അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പിന്നെ ഞാൻ വിറകടുപ്പ് കത്തിക്കുമ്പോഴേക്കും എപ്പോഴും തിളപ്പിച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. അവൾക്ക് ഇപ്പം എന്തിനാ അമ്മ വെള്ളം തിളപ്പിക്കണം, എന്തിനാണ് ഈ ടാങ്കിൽ തന്നെ പഴുത്തവളോട് കിടക്കണത്, ആ വെള്ളത്തിലാണ് കുളിക്കണത്, ഇനി എന്തിനാണമ്മ ഇരിക്കട്ടെ മേലുവേദനയൊക്കെ മാറുമല്ലോ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഇച്ചിരി ടെൻഷനിലൂടെയൊക്കെയാണ് കടന്നു പോയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനത് പറയാം കേട്ടോ, ഞാനത് കാര്യകാരണ സഹിതം പറയാം. അത്ര വലിയ കാര്യമൊന്നുമല്ല, നമുക്കൊരു സങ്കടം അത്രേ ഉള്ളൂ. അത് ഞാൻ പറയാം, നിങ്ങളോട് പറയാതിരിക്കത്തൊന്നുമില്ല, എന്തായാലും ഞാൻ പറയാം. അങ്ങനെ കറി വയ്ക്കുകയാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മൾ അതിലിട്ട പൊടികളുടെ മുളക് പൊടി ഒഴിച്ച്, അയ്യോ ഇത് കുടപ്പൻ വെക്കുന്നതാണ് കേട്ടോ, സോറി, കുടപ്പൻ തോരൻ വെക്കാനാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഉള്ളിയൊക്കെ മൊരിയിച്ചിട്ട് അതിലേക്ക് കുടപ്പൻ ഇട്ട് കൊടുത്തു. കുടപ്പൻ ഞാൻ ഇച്ചിരി ഒന്ന് പാതി വെന്ത് കഴിയുമ്പോഴത്തേനും തോരന് നമ്മൾ പീരിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് വെക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മൾ അന്ന് അപ്പം തന്നെ കഴിക്കാനുള്ളതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിള്ളേർ ബാഗിൽ വെച്ചിട്ടൊക്കെ പോയി സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും മുട്ടയൊക്കെ തണുത്തു പോകും. ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും
മുട്ട കുറച്ച് തണുത്ത് പോകുമ്പോഴേക്കും ആ ഒരു ചൂടോടെ തിന്നുന്ന സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിലും നല്ലത് തോരനായിട്ട് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ട് പീരിയിട്ടിട്ട് അതൊന്നൊരു പാതി വേഗാകുമ്പോൾ പീരിയിട്ടിട്ട് ബാക്കിയുള്ള മുഴുവൻ വേവ് വരെ പീരിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സവാള, അതേപോലെ വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് ചിടികല്ലില്ലേന്ന്, ചിടികല്ലുണ്ട്, പക്ഷെ എന്നാലും ഇടികല്ലിലും ഞാൻ ചതക്കും, ഇതിലും ഞാൻ ചതക്കാറുണ്ട്. ഇത് പുളിമുട്ടിയാണ്, അതുകൊണ്ട് എനിക്കിത് കളയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും, ഇപ്പോഴിപ്പോൾ ചനാ മസാല രൂപത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ പൊടിക്കാത്ത മസാലയൊക്കെ ഇല്ലേ, പട്ട, കറിയാമ്പ്, ഏലക്ക, ഗ്രാമ്പൂ, അതിട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ സാധാരണ ഒരു കടലക്കറി അങ്ങനെ വെക്കണ പോലെ അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളം ആയപ്പോഴത്തേനും അന്നമോൾക്ക് ചൂടുവെള്ളം കൊടുത്തു. അവൾ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ജോക്കുട്ടനെ കാണാൻ കൊതിയാവുന്നു എന്ന് പറയുന്നുണ്ട്. ജോക്കുട്ടൻ ദവ്വിട്ടിരുന്നിട്ട് എഴുതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. വലിയ എരിവ് വേണമാണ് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കണത്. അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്കങ്ങനെ അതൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു കേട്ടോ. പട്ട, കറിയാമ്പ് അതിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതിയത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ തക്കാളി ഇട്ട് വേവിച്ച് നമ്മുടെ കടല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടല വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ വയ്ക്കാം, വേറെ ചെറിയ പാത്രത്തിൽ താളിച്ചിട്ട് ആ താളിപ്പിങ്ങടേക്ക് ഇട്ടാലും മതി. പക്ഷെ ഞാനിപ്പോൾ ആ കടല വെന്ത വെള്ളം അങ്ങ് എടുക്കുന്നില്ല. എനിക്ക് ആ കടല വെന്ത വെള്ളം ഒഴിക്കുമ്പോൾ ചില സമയത്ത് ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ കടല വെന്ത വെള്ളം ഒഴിച്ചില്ല. ഞാൻ ഇന്നൊരു 10-20 കടലെടുത്ത് മാറ്റി അരച്ചിട്ട് ആ അരപ്പും ആ മിക്സി കഴുകിയ വെള്ളവും കൂടി ഇട്ടിട്ടാണ് ചെയ്യണത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാമോ ചേച്ചി എന്ന് എന്നോട് ഒരു ദിവസം ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ വെള്ളക്കടല തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങ അരച്ച് വയ്ക്കും. അതൊരു റെസിപ്പി ഞാൻ പണ്ടെപ്പോഴോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ ചായപ്പൊടി ഇടണം എന്നാണ് ആലോചിച്ചത്. പക്ഷേ ഞാൻ കുണ്ടിപ്പാൽ ഒഴിച്ചു. എനിക്ക് ചില സമയത്ത് ഒരു മിസ്സിങ് എവിടെയോ തെറ്റ് പറ്റിപ്പോയി. ഞാൻ അങ്ങനെ കൊണ്ട് പാലൊഴിച്ചു. കട്ടൻ ചായയാണ് ഉദ്ദേശിച്ചത് ആദ്യം ഇടാനായിട്ട്. പക്ഷെ പിന്നെ കരുതി ഞാൻ പാലൊഴിച്ചുള്ള പാൽ ചായ ആക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഓഫ് ചെയ്തു. ജോക്കുട്ടൻ ഒരു 2 days ആയിട്ട് ഒരു ചിപ്പോളം സങ്കടത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഗരം മസാല, ഇതിന് മാത്രം ഗരം മസാല കുറേശ്ശെ ഇടുന്ന ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ഇച്ചിരി ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോക്കുട്ടനും കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോക്കുട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, അവൻ ഹാപ്പിയാണ്. അന്നക്കുട്ടി ഹാപ്പിയാണ്. എന്താണ് വ്ളോഗിൽ കാണിക്കാമെന്ന് ചോദിക്കണ്ടായിരുന്നു എന്നോട്. ജോക്കുട്ടനെ കാണാൻ കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോക്കുട്ടൻ ഇവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ മോള് കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും പാലങ്ങ് തിളച്ച് വന്നു. വേഗം ചായപ്പൊടി ഇട്ട് ഞാൻ പാൽ ചായ ആക്കി കേട്ടോ. ഇവിടെ പാൽ ചായ ജോക്കുട്ടൻ അങ്ങനെ വലിയ ഇഷ്ടമല്ല, എന്നാലും ചിലപ്പോഴൊക്കെ കുടിക്കും. പഞ്ചസാര ചേച്ചി സ്പൂൺ ഇടാറില്ലേന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് സ്പൂൺ ഞാൻ ഇടുവടാ, ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങോട്ട് ഞാൻ ചായയിലിട്ട് ഇളക്കും. എന്നിട്ട് ഓർക്കാണ്ട് ആ സ്പൂൺ എടുത്ത് ചായക്കകത്തിടും. അപ്പോഴേക്കും ചായയിൽ ആ നനവില്ലേ, ആ സ്പൂണിലെ നനവ് അത് പഞ്ചസാരയിലായി, പഞ്ചസാര കട്ട പിടിക്കും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരു കളർ വ്യത്യാസമൊക്കെ വരുമ്പോൾ ഞാൻ കരുതി എന്തായാലും വേണ്ട, എനിക്കൊരു കണക്കറിയാമല്ലോ, ഇത്ര പൊടി ഇടണം, ഇത്ര പഞ്ചസാര ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാരയിൽ ഇപ്പോൾ സ്പൂൺ ഇടുന്നില്ല. അല്ലെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കണം. ഇപ്പോൾ കൃത്യമായിട്ടൊന്നും ഓർക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബട്ടൂരയും ബൂരിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചപ്പാത്തിയാണ് നമുക്കിന്ന് വെള്ളക്കടലയുടെ കൂടെ. അപ്പുറം ഇപ്പുറമൊക്കെ ഒരു ഇച്ചിരീശ എണ്ണ സ്പ്രേ ചെയ്ത് ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. ചേച്ചിക്ക് ചപ്പാത്തി ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല അമ്പേ പരാജയമാണ്. എനിക്ക് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊക്കെ പൊടി തേച്ച് കൂട്ടിയാലേ ശരിയാവുള്ളൂ. അപ്പോൾ എന്നോട് 1-2 പേര് പറഞ്ഞു ചൂടാവണ്ട. എൻ്റെ അമ്മയ്ക്കില്ലേ വെള്ളം തിളപ്പിക്കൂല, ജസ്റ്റ് അങ്ങോട്ട് ചൂടാകുമ്പോൾ അത് ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണത്. അത് നല്ലതാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പൊടി വെന്ത പോലെ ഇരിക്കണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കി. എൻ്റെ മുടി ഇപ്പം അന്നാ വെട്ടിയതിന് ശേഷം ഉണ്ടല്ലോ വളരുന്നുണ്ട്, പക്ഷേ ആ ഒരു കഷ്ണം മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കും പുറകിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനത് മുടിയിടത്തേക്ക് കുത്തിക്കിയിട്ട് തിരികെ വെക്കും. പക്ഷേ പണിയുടെ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാനും എപ്പോഴും വിട്ടുപോകും. പക്ഷേ എന്നാലും ഞാൻ ഇത് മാനേഴ്സ് കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. മാനേഴ്സ് എന്നല്ല പറയുന്നത്, നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഇച്ചിരി വൃത്തിക്ക് വന്നോലോ എന്ന് ഓർക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അന്നമോൾ അവിടെ നിന്ന് പാട്ട് പാടാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവളുടെ കൈ അവിടെ എവിടെയോ തട്ടിക്കൊണ്ടിട്ട് അവളിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ വേദനിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി നീ പാട്ട് പറഞ്ഞേന്ന് ഓർത്ത് മുത്തേ എന്ന് പറഞ്ഞ് കളിയാക്കിയതാണ് അവളെ. അപ്പോൾ അവൾ പറഞ്ഞു കൈ ഇങ്ങനെ തല ഇങ്ങനെ മാന്തിക്കൊണ്ട് വന്നപ്പോൾ കൈ കട്ടിളപ്പടിയിലിട്ടൊരറ്റ, പൊക്കത്തല്ല നമ്മുടെ സൈഡിലെ പടിമേലിട്ടൊരറ്റ അടി അടിച്ചതാണമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് കരഞ്ഞത് പാട്ട് പാടുന്ന പോലെയാണ് ഞാൻ ചെവിട്ടിൽ കേട്ടത്. അങ്ങനെയാണ് അവളൊരു ഈണത്തിലാണ് അവൾ കരഞ്ഞത്. അപ്പം ഞാനത് തടകയൊക്കെ കൊടുത്ത് അങ്ങ് വിട്ടിട്ടുണ്ട്.
പിന്നെ ഇതാ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അന്നക്കുട്ടി നേരത്തെ കഴിച്ചു. ഞാനപ്പോൾ ഉണ്ടായിരുന്ന പാത്രമെല്ലാം വേഗം കഴുകി വെക്കുകയാണ്. അപ്പോൾ ജോക്കുട്ടൻ കുളി കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ അവൻ ഷർട്ട് ഇടാണ്ടാണ് വന്നേക്കണത്. അപ്പോൾ എൻ്റെ ഷർട്ട് ഇടാണ്ട് കാണിക്കരുത്, എനിക്ക് നാണമാണ് അമ്മ വീഡിയോ ഞാൻ ഷർട്ട് ഇടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇടരുതെന്നൊക്കെ എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലൊരു നാണവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ അവരെ മാനിക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ അവനുള്ള ചപ്പാത്തിയും കാര്യങ്ങളും അതൊക്കെ പറയണേ കേൾക്കണം വലിയ ആൾക്കാരതേ അമ്മേ ഞാൻ പറയാം, ഞാൻ ഷർട്ട് ഇടാണ്ട് വരുന്ന വീഡിയോ അതൊന്നും എടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുഞ്ഞു മനസ്സിലും കുഞ്ഞു നാണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയായി നിൽക്കുന്നുണ്ട്. തലയൊക്കെ തോർത്തി ഞാൻ വേഗം ഒരു മുട്ടയും കൂടി വറുക്കാം എന്ന് കരുതി ഇച്ചിരി മഞ്ഞപ്പൊടിയും സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മുട്ട വെട്ടി എടുക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി അതേ ചൂടിൽ അതേ പാത്രത്തിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ മുട്ട ഉണ്ടാക്കുകയാണ്. ഇതിലെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ, നമ്മൾ ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് മറിച്ചിടാൻ എളുപ്പമായിരിക്കും. ഒന്നാമത് എൻ്റെ ഈ ചപ്പാത്തി ഇതിന് നടുക്കൊരു ഉയർച്ചയുണ്ട്, ചുറ്റിന് ഇങ്ങനെ താണും. എന്താ മറിച്ചിട്ടപ്പോഴത്തേനും ഇത് പൊളിഞ്ഞു പോയി. അതായത് എന്താ പറയുക, പഞ്ഞലായിപ്പോയി എന്ന് പറയില്ലേ. എൻ്റെ അമ്മ ഇതിനെ പറയണത് ഞഞ്ഞഞ്ഞം പുഞ്ഞഞ്ഞ ആയിപ്പോയത്. പെട്ടെന്ന് എൻ്റെ വായിൽ ആ വാക്കാ വന്നു, ഞാൻ ചിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെതാ ചപ്പാത്തിയിൽ അതിൻ്റെ അകത്ത് തന്നെ മുട്ടയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജോക്കുട്ടൻ എന്താ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കരുത്, എന്നെ കണ്ടാലമ്മ എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. ഓക്കെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ സ്ഥിരം ലഞ്ച് ബോക്സ് നിങ്ങൾ ഇന്ന് രാവിലെ കണ്ട ലഞ്ച് ബോക്സ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. കടലക്കറിയും അതേപോലെ തന്നെ നമ്മുടെ ഇതില്ലേടാ കുടപ്പൻ തോരൻ വെച്ചത് മുട്ട വറുത്തതൊക്കെ കൂടി കെട്ടിയ ചോറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.